ആലിയ പെയിന്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആലിയയുടെ ആദ്യത്തെ ദിവസവുമാണ്. ആലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കാണുന്നത് പെയിന്റിംഗ് ടീച്ചർ അവിടെ നിൽക്കുന്ന 4 കുട്ടികളെ വഴക്ക് പറയുന്നതാണ്. സത്യം പറഞ്ഞോ, ആരാ എന്റെ പെയിന്റിംഗ് ബ്രഷിൽ ഗ്ലൂ പുരട്ടിയത്? നേഹ പറയുന്നു. മാം, ഞാനല്ല ചെയ്തത്, ഞാൻ എന്റെ പെയിന്റിംഗ് ഉണ്ടാക്കുകയായിരുന്നു. രമൺ പറയുന്നു. ഞാൻ എന്റെ ബ്രഷ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻ പറയുന്നു. മാം, ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമൻ പറയുന്നു. ഞാൻ താമസിച്ചാ ക്ലാസ്സിൽ വന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആലിയ 4 പേരുടെയും സംസാരം കേൾക്കുന്നു. എന്നിട്ട് 4 പേരെയും നോക്കി ആരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. എന്താ, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ? നാലു പേരെയും ശ്രദ്ധിച്ചു നോക്കൂ. അവന്റെ മുന്നിലെ പോക്കറ്റിൽ ഗ്ലൂവിന്റെ ബോട്ടിൽ വെച്ചിരിക്കുകയാണ്. അതിനർത്ഥം അയാളാണ് ടീച്ചറുടെ ബ്രഷിൽ ഗ്ലൂ തേച്ചത്. ടീച്ചർ അവനെ പ്രാങ്ക് ചെയ്തതിന് ശിക്ഷയും കൊടുക്കുന്നു. ആലിയയുടെ ഒബ്സർവേഷൻ കലക്കി. ടീച്ചർ ആലിയെ 2ാമത്തെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മനോഹരമായ ഒരു പെയിന്റിംഗ് വെച്ചിരിക്കുകയായിരുന്നു. വാവ്, ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റം ആണല്ലോ. ഈ പെയിന്റിംഗ് ആരാ ഉണ്ടാക്കിയത്? അമിത് പറയുന്നു. ഇത് ഞാനാ ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട ഞാനിത് ഉണ്ടാക്കിയത്. പൂജ പറയുന്നു. അല്ല, ഇത് ഞാനാ ഉണ്ടാക്കിയത്. അമിത് കള്ളം പറയുകയാ. സോനം പറയുന്നു. ഈ പെയിന്റിംഗ് ഞാനാ ഉണ്ടാക്കിയത്. ഇവർ 2 പേരും കള്ളം പറയുകയാണ്. അപ്പോൾ ടീച്ചർ ആലോചിക്കുവാൻ തുടങ്ങുന്നു. ഈ പെയിന്റിംഗ് ആരാണ് ചെയ്തതെന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? ആലിയ 3 പേരെയും നിരീക്ഷിക്കുന്നു. എന്നിട്ട് പെയിന്റിംഗ് ആരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ആലിയ ആദ്യം പെയിന്റിംഗ് നോക്കുന്നു. എന്നിട്ട് 3 പേരുടെയും കളർ പാലറ്റ് നോക്കുന്നു. പൂജയാണ് ശരിക്കും പെയിന്റിംഗ് ചെയ്തതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. എന്തെന്നാൽ പൂജയുടെ പാലറ്റിലെ കളർ പെയിന്റിംഗിലെ കളറുമായി വളരെയധികം മാച്ച് ചെയ്യുന്നുണ്ട്. പൂജയാണ് പെയിന്റിംഗ് ചെയ്തത്. ആലിയ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാനായി തന്റെ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ആലിയ കാണുന്നത് ആരോ അവളുടെ കാറിൽ പെയിന്റ് തേച്ചിരിക്കുന്നതായിട്ട്. ഓ, ഇതാരാ എന്റെ കാർ ഇല്ലാതാക്കിയത്? ആലിയ അവിടുത്തെ ഗാർഡിനോട് ചോദിക്കുന്നു. അങ്ങന്റെ കാറിനടുത്തായി ആരെങ്കിലും കണ്ടിരുന്നോ ഈ പെയിന്റ് ചെയ്ത ആളെ? ഇല്ല, ആരും പെയിന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ 4 പേർ നിങ്ങളുടെ കാറിന്റെ അടുത്ത് വന്നിരുന്നു. ആലിയ 4 പേരെയും അവിടേക്ക് വിളിക്കുന്നു. എന്നിട്ട് മനസ്സിലാക്കിയെടുക്കുന്നു ആരാണ് ആലിയയുടെ കാറിൽ ഈ പെയിന്റിംഗ് ചെയ്തതെന്ന്. രോഹൻ, സൂരജ്, നിയ, ബോബി. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഈ 4 പേരിൽ ആരാണ് ചെയ്തിട്ടുണ്ടാവുകയെന്ന്? ആലിയ അവരുടെ എല്ലാം ചെരുപ്പ് നോക്കിയപ്പോൾ എല്ലാറ്റിലും കളർ പുരണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആലിയയുടെ കാറിലുണ്ടായിരുന്ന കളർ രോഹന്റെ ചെരുപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം രോഹനാണ് ആലിയയുടെ കാറിൽ പെയിന്റ് അടിച്ചത്. ആലിയ അവിടെ നിന്ന് രോഹനെ കൊണ്ട് കാർ മുഴുവനും വൃത്തിയാക്കിക്കുന്നു. ആലിയയുടെ ഈ ബുദ്ധിക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തീർച്ചയായും കിട്ടണം കേട്ടോ. യഷ് ഒരു ഷോപ്പിലേക്ക് പോകുന്നു. കാരണം ഷോപ്പിലൊരു ഗോസ്റ്റ് കസ്റ്റമറിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന വിവരം കിട്ടിയിരുന്നു. യഷ് ദ ഗോസ്റ്റ് ഹണ്ടറിൽ നിന്ന് ഒരു ഗോസ്റ്റും രക്ഷപ്പെടുകയില്ല. യഷ് തന്റെ ബൈക്കിൽ ഷോപ്പിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ ധാരാളം കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇവിടെ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. ഗോസ്റ്റ് ഇതിനിടയിൽ എവിടെയായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ സീൻ നോക്കിയിട്ട് ഗോസ്റ്റ് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കുമോ? നന്നായി ചിന്തിക്ക്. യഷ് ഷോപ്പിനകത്ത് നന്നായി നോക്കുന്നു. എല്ലാ കസ്റ്റമറുടെ കയ്യിലും സാധനങ്ങളുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി മിററിനടുത്തായി നിൽക്കുന്നു. അവളുടെ റിഫ്ലക്ഷൻ ഒരാൾ നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഗോസ്റ്റ് മിററിനകത്താ ഒളിച്ചിരിക്കുന്നത്. യഷ് തന്റെ ഗോസ്റ്റ് ഹണ്ടർ ഗൺ പുറത്തേക്ക് എടുക്കും. മിററിൽ ഷൂട്ട് ചെയ്യുകയും ഗോസ്റ്റിനെ പിടികൂടുകയും ചെയ്യും. വരും, നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. ആലിയ ഒരു കഫേയിലേക്ക് പോകുന്നു. അവിടെ സീറ്റ് ഫുള്ളായിരിക്കുകയാണ്. ഏയ്, ഇതെന്താ ഇവിടെ സീറ്റേ ഇല്ലല്ലോ? അപ്പോൾ ടേബിൾ നമ്പർ 2-ലിരിക്കുന്ന 2 സ്ത്രീകൾ ദിയയും നേഹയും ആലിയയ്ക്ക് സീറ്റ് ഓഫർ ചെയ്യുന്നു. ആലിയ അവരോടൊപ്പം അവിടെ ഇരിക്കുന്നു. എല്ലാവരും കോഫി ആസ്വദിക്കുന്നു. ആ സമയത്താണ് റിയ തന്റെ പേഴ്സിൽ നിന്ന് ഒരു ആപ്പിൾ പുറത്തേക്ക് എടുക്കുന്നത്. കത്തിയും പുറത്തേക്ക് എടുക്കുന്നു. അവൾ ആപ്പിൾ 2ആക്കി. ഒരു ഭാഗം ആലിയയ്ക്കും മറ്റൊരു ഭാഗം നേഹയ്ക്കും കൊടുക്കുന്നു. ആലിയയും നേഹയും 2 പേരും ആപ്പിൾ തിന്നുന്നു. കുറച്ചു കഴിഞ്ഞതും പെട്ടെന്ന് നേഹയുടെ വായിൽ നിന്ന് ഉമിനീര് പതഞ്ഞു വരുന്നു. അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. ആലിയയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു നേഹയാണ് ഇത് ചെയ്തതെന്ന്. പക്ഷേ ആപ്പിൾ 2 പേരും തിന്നിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നേഹയുടെ വായിൽ നിന്ന് മാത്രം നുര വന്നത്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. സത്യത്തിൽ റിയ ആപ്പിൾ മുറിച്ചപ്പോൾ കത്തിയുടെ റൈറ്റിലാണ് പോയിസൺ പുരട്ടിയത്. എന്തെന്നാൽ ആപ്പിൾ മുറിക്കുമ്പോൾ നേഹയ്ക്ക് നൽകുന്ന ഭാഗത്ത് അത് പുരളണം. ആലിയ കഴിച്ച ഭാഗത്ത് വിഷമില്ലായിരുന്നു. ആലിയയ്ക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അവൾ റിയയെ അറസ്റ്റ് ചെയ്തു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. ആലിയ ഒരു പ്രിൻസിന്റെ പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും പാർട്ടി ആഘോഷിക്കുകയാണ്. പെട്ടെന്ന് പ്രിൻസ് പറഞ്ഞു, മോഷണം നടന്നു, മോഷണം. എന്താ മോഷണം പോയത്? ഞങ്ങളുടെ പുഷ്തൈനി ക്രൗൺ ആ സ്ഥാനത്തില്ല. നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഞാൻ അവസാനമായി 3 പേരെ ക്രൗണിനടുത്തായി കണ്ടിരുന്നു.
ആലിയ 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ആരഫ് പറയുന്നു, നോക്കൂ, ഞാൻ എന്റെ പോർട്രേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രവി പറയുന്നു, ഞാൻ കുതിരകളുടെ അടുത്ത് പോയി. പടക്ക് പൊട്ടുന്നത് കേട്ട് അവരാകെ വിറളി പിടിച്ചിരിക്കുകയായിരുന്നു. കാജൽ പറയുന്നു, ഞാൻ മുഴുവൻ സമയവും പാർട്ടിയിലായിരുന്നു. ഇത് കണ്ടോ, ഞാനെടുത്ത സെൽഫിയാ. ആലിയ എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു. എന്നിട്ട് ആരാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ അത്? ആലിയ ആരഫിന്റെ ഫോട്ടോ നോക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോർമലായിരുന്നു. ഇന്ന് പ്രിൻസിന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാർട്ടിയുടെ എന്തെങ്കിലും കാണണം. ഇത് വെറും സാധാരണമാണ്. അയാളുടെ വീട്ടിൽ നിന്നുള്ള പോർട്രേറ്റ് നോക്കൂ, അതിൽ അയാളുടെ ഒരു ഫോട്ടോ പോലും കാണുന്നുണ്ട്. ആലിയ ആരഫിനെ അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ കയ്യിൽ നിന്നും ക്രൗണും കിട്ടുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. മെഹുലിന് റോബിന്റെ കോൾ വരുന്നു. അദ്ദേഹം മെഹുലിനോട് പറയുന്നു തന്റെ അയൽപക്കത്ത് താമസിക്കുന്ന കവിതയെ കാണുവാനില്ല എന്ന്. മെഹുൽ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് റോബിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഈ കവിത മിസ്സിംഗ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കവിതയുടെ ഭർത്താവ് ദീപക് വന്നിരുന്നു. അദ്ദേഹം ആ കവിത മിസ്സിംഗ് ആണെന്നുള്ള വിവരം പറഞ്ഞത്. അതെ, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കവിത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാ കണ്ടത്. ഞാൻ ഓഫീസിൽ നിന്ന് 6 മണിക്ക് തിരിച്ചു വന്നപ്പോ മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഇരിക്കുന്നതാ കണ്ടത്. മെഹുൽ വീട് മുഴുവനും നന്നായി നിരീക്ഷിക്കുന്നു. കവിതയെ കിഡ്നാപ്പ് ചെയ്തതാണെന്നും മിസ്സിംഗ് അല്ല എന്നും മെഹുൽ മനസ്സിലാക്കുന്നു. അതിൽ ദീപക്കിനും പങ്കുണ്ട്. മെഹുലിന് എന്തുകൊണ്ടാണ് ഭർത്താവ് ദീപക്കിനും ഇതിൽ ബന്ധമുണ്ടെന്ന് തോന്നിയത്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുൽ 2 പേരുടെയും സംസാരം കേട്ടതിന് ശേഷം ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നു. അത് നല്ല ചൂടായിരിക്കുകയാണ്. അതിനർത്ഥം ദീപക് ഇപ്പോഴാണ് ആഹാരം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചത്, ആരും അയാളെ സംശയിക്കാതിരിക്കുവാൻ. എന്നാൽ മെഹുലിന്റെ ബുദ്ധി കൊണ്ട് അയാൾ പിടിക്കപ്പെടുന്നു. മെഹുൽ അയാളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ കവിത എവിടെയുണ്ടെന്നുള്ള വിവരവും അറിയുവാൻ കഴിയുന്നു. വരൂ, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം. ആദി പോലീസിനോടൊപ്പം ഒരു സൈബർ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ക്രിമിനലിന്റെ റൂമിലേക്ക് പോകുമ്പോൾ കാണുന്നത് അയാൾ ആദ്യം തന്നെ മരിച്ചതായിട്ടാണ്. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ സൂയിസൈഡ് ചെയ്തു. അല്ല, ഇത് സൂയിസൈഡ് അല്ല. നമ്മൾ എത്തുന്നതിന് മുൻപ് ആരോ ഇയാളെ കൊന്നതാ ശരിക്കും. ആദിക്ക് ഇക്കാര്യം എങ്ങനെയാ മനസ്സിലായത്? എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആദി ഡെഡ് ബോഡി കാണുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഗൺ കാണുന്നു. അത് കണ്ടിട്ട് ആദിക്ക് മനസ്സിലാകുന്നു ഇത് കൊലപാതകമാണെന്ന്. ലെഫ്റ്റ് സൈഡിലാണ് ഗൺ പിടിച്ചിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വെടിയുണ്ട ഏറ്റിരിക്കുന്നതും. ഇതെങ്ങനെ സാധിക്കും? ആ സമയത്താണ് ആദിയുടെ ശ്രദ്ധ വിൻഡോയിലേക്ക് പോകുന്നത്. അതാ കൊലപാതകി. അയാൾ കൊലപാതകവും ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുകയാ. ആദി ആ കില്ലറുടെ പുറകെ പോകുന്നു. എന്നിട്ട് അയാളെ പിടികൂടുന്നു. ആദിയുടെ ഷാർപ്പ് മൈൻഡിന് ഒരു ലൈക്ക് തീർച്ചയായും കിട്ടണം കേട്ടോ. അടുത്ത റെഡിലേക്ക് പോകാം. ആലിയ വിന്റർ ഹോളിഡേയിൽ കറങ്ങുവാനായി ഷിംലയിലേക്ക് പോകുന്നു. അവിടെ നന്നായി മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. സൺഡേ ആഫ്റ്റർനൂണിൽ ആലിയ സ്നോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാവ്, സ്നോഫോൾ! ഇതാണ് ശരിക്കും ഹാപ്പി ഹോളിഡേയ്സ്. ആ സമയത്താണ് ആലിയ സ്നോയ്ക്കകത്ത് ഒരു ബോഡി കാണുന്നത്. അത് അയൽക്കാരനായ മിസ്റ്റർ ആരവിന്റേതായിരുന്നു. ആലിയ മിസ്റ്റർ ആരവിന്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വേലക്കാരൻ പറയുന്നു, ഞാൻ ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്നു. പൂക്കളുടെ മുകളിൽ നിന്ന് സ്നോ നീക്കുകയായിരുന്നു. കുക്ക് പറയുന്നു, ഞാൻ കിച്ചണിലായിരുന്നു. എല്ലാവർക്കും വേണ്ടി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. അങ്കിത പറയുന്നു, ഞാൻ എന്റെ റൂമിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്നും തന്നെ അറിയില്ല. ജോലിക്കാരി പറയുന്നു, ഞാൻ എല്ലാവരുടെയും റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല. അമൃത പറയുന്നു, ഞാൻ ശരിക്കും ഹോളിലിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാകുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആലിയ എല്ലാവരും പറഞ്ഞത് കേൾക്കും. എന്നിട്ട് മനസ്സിലാക്കുന്നു കൊലപാതകി ഒരാളല്ല 2 പേരാണെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? ആലിയ എല്ലാവരുടെയും വിശദീകരണം കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കൊലപാതകി കുക്കും അങ്കിതയുമാണെന്ന്. എന്തെന്നാൽ ഉച്ച സമയത്ത് ആരാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും? ആലിയ 2 പേരെയും കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. അടുത്ത റെഡിലേക്ക് പോകാം. ആലിയ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിലേക്ക് പോകുന്നു. എല്ലാവരും സൺബാത്ത് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ആലിയുടെ കൂട്ടുകാരി നോഹ പറയുന്നു, എന്റെ ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആരോ മോഷ്ടിച്ചിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ എല്ലാവരും ആ സമയം മുതൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സൺബാത്തിന് മുൻപ് ബ്രേസ്ലെറ്റ് ഊരി ഈ ബുക്കിന് മുകളിലാണ് വെച്ചത്. അതിപ്പോൾ കാണുന്നില്ല. ആലിയ ചുറ്റും നന്നായി തിരയുന്നു. അവിടെ 4 പേർ നിൽക്കുന്നത് കാണുന്നു. ആലിയ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതെ, ആരെങ്കിലും ബ്രേസ്ലെറ്റ് എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിരുന്നോ? ഫിഷർമാൻ പറയുന്നു, എനിക്കറിയില്ല, ഞാൻ മീൻ പിടിക്കുകയായിരുന്നു. രവി പറയുന്നു, ഞാൻ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല. സാഗർ പറയുന്നു, ഞാൻ നേച്ചറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല. കാജൽ പറയുന്നു, ഞാൻ വെള്ളത്തിലൂടെ നടക്കുകയായിരുന്നു. ഞാനൊന്നും കണ്ടില്ല.
ആലിയ എല്ലാവരുടെയും സംസാരം കേൾക്കുന്നു. എന്നിട്ട് ക്രൈം ലൊക്കേഷനും നോക്കി ക്രിമിനൽ ആരാണെന്നും മനസ്സിലാക്കിയെടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആലിയ നോക്കിയപ്പോൾ ബീച്ചിനടുത്തെങ്ങും ആരുടെയും ഫുട് പ്രിന്റ് ഇല്ല. ബ്രേസ്ലെറ്റ് വച്ചിരുന്നിടത്തും ഫുട് പ്രിന്റ് ഇല്ല. അതിനർത്ഥം കള്ളൻ വളരെ ദൂരത്ത് നിന്നാ മോഷണം നടത്തിയിരിക്കുന്നത്. അത് മീൻപിടുത്തക്കാരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്റെ ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ആലിയ ഇത് മനസ്സിലാക്കി അയാളെ പിടികൂടുന്നു. അയാളുടെ കയ്യിൽ നിന്നും ബ്രേസ്ലെറ്റും കിട്ടുന്നു. അടുത്ത റെഡിലേക്ക് പോകാം. രാജീവ് മെഹുലിനെ ഫോൺ വിളിച്ച് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. നീ എന്തിനാ ഇത്രയും അത്യാവശ്യമായി എന്നെ വിളിപ്പിച്ചത്? അപ്പോൾ മെഹുൽ അവിടെ ഒരു ഡെഡ് ബോഡി കാണും. ഈ ഡെഡ് ബോഡി ആരുടേതാണ്? ഞാൻ അടുത്ത കടയിൽ സാധനം വാങ്ങാൻ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോ ഈ മനുഷ്യൻ ഇവിടെ മരിച്ചു കിടക്കുന്നതാ കണ്ടത്. പൂർവ, രാജീവിന്റെ ഭാര്യ പറയുന്നത്, ഇയാളെ ഞാനാ കൊന്നത്, എനിക്ക് സ്വയം രക്ഷപ്പെടുവാനായിട്ട്. അത് ശരി, എങ്ങനെ? എന്റെ ഭർത്താവ് സാധനം വാങ്ങാൻ പുറത്തു പോയതായിരുന്നു. ആ സമയത്ത് ഡോർബെൽ അടിച്ചു. ഞാൻ വിചാരിച്ചു രാജീവ് വന്നതായിരിക്കുമെന്ന്. ഞാൻ വാതിൽ തുറന്നു. അപ്പോൾ എന്റെ മുന്നിൽ ഇയാൾ നിൽക്കുന്നതാ കണ്ടത്. അയാൾ എന്നെ പിടിച്ച് തള്ളുവാൻ തുടങ്ങി. എന്നിട്ട് വീട്ടിൽ കടക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് അയാളെ കുത്തിക്കൊന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ പൂർവ ഇവിടെ ക്രൈം ചെയ്തോ ഇല്ലയോ എന്ന്? പൂർവ തന്നെയാണ് പറഞ്ഞത് അവർക്ക് രാജീവ് വന്നു എന്നാണ് തോന്നിയതെന്ന്. അതുകൊണ്ടാണ് വാതിൽ തുറന്നതെന്ന്. അതിനർത്ഥം അവർ തന്റെ കയ്യിൽ കത്തിവെച്ചിരുന്നത് രാജീവിനെ കൊല്ലാനായിരുന്നു. പക്ഷേ ആളുമാറി ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. മെഹുൽ പൂർവയെ അറസ്റ്റ് ചെയ്യുന്നു. മെഹുലിന്റെ ബുദ്ധിക്ക് ഒരു ലൈക്ക് തീർച്ചയായും കൊടുക്കണം കേട്ടോ. നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. മെഹുലിന് തന്റെ ഒരു ഇൻഫോമറിന്റെ കയ്യിൽ നിന്ന് ഒരു വിവരം കിട്ടുന്നു. ഒരു വണ്ടിയിൽ അനധികൃതമായി സാധനങ്ങൾ കൊണ്ടുവരുന്നുവെന്ന്. മെഹുൽ വേഗം തന്നെ ഒരു ചെക്ക് പോയിന്റിൽ എത്തുന്നു. അവിടെ കിടക്കുന്ന 3 വണ്ടിയിൽ സംശയം തോന്നുന്നു. ഈ 3 വണ്ടികളിൽ ഒന്നിൽ അനധികൃത സാധനങ്ങൾ കടത്തുകയാണ്. ലോജിക്കൽ ആർമി, ഈ 3 വണ്ടികളും കണ്ടിട്ട് അതിലേതായിരിക്കുമെന്ന് പറയുവാൻ സാധിക്കുമോ നിങ്ങൾക്ക്? മെഹുൽ 3 വണ്ടിയും നോക്കുന്നു. അതിൽ ആംബുലൻസിനെ പിടിക്കുവാൻ പറയുന്നു. എന്നാൽ ആംബുലൻസിൽ എപ്പോഴും തല തിരിച്ചാണ് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. മറ്റുള്ള ഡ്രൈവേഴ്സ് കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് നേരായി കാണുന്നതിന് വേണ്ടിയിട്ടാണത്. അതുപോലെ ആംബുലൻസിൽ സൈറൺ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് ശബ്ദം വെച്ച് ചുറ്റുമുള്ളവരെ വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണത്. ഇതിൽ ആ സൈറണുമില്ല. മെഹുലും പോലീസും ചേർന്ന് ആംബുലൻസ് പരിശോധിക്കുന്നു. എന്നിട്ട് അതിലുള്ള സാധനങ്ങളും പിടിച്ചെടുക്കുന്നു. നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം. ഓ നോ, ആലിയുടെ മുടി മുറിഞ്ഞുപോയി. ആരാ ആലിയോട് ഈ തമാശ ചെയ്തതെന്ന് ഈ സീൻ കണ്ടിട്ട് പറയുവാൻ സാധിക്കുമോ? ആദിയുടെ പോക്കറ്റിൽ സിസേഴ്സ് ഉണ്ടായിരുന്നു. അവനായിരിക്കും തമാശ ഒപ്പിച്ചത്. ആലിയ ദേഷ്യത്തിൽ വെള്ളം കൊണ്ടുവന്ന് ആദിക്ക് നേരെ ഒഴിക്കുന്നു. അത് ഗ്ലാസിൽ തട്ടി ആലിയുടെ ദേഹത്ത് തന്നെ വീഴുന്നു. ആലിയ സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണരുന്നു. ഇതുപോലുള്ള രസകരമായ റീൽസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.